10 വർഷത്തിന് ശേഷം പടന്ന ഗ്രാമപഞ്ചായത്തിൽ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് LDF. ഇപ്പോൾ എൻ്റെ കൂടെ പടന്ന പഞ്ചായത്തിലെ 14-ാം വാർഡ് സ്ഥാനാർത്ഥിയും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ PC സുബൈദയുണ്ട്. പ്രചാരണ രംഗത്ത് വളരെ രസകരമായ രീതിയിൽ, വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു. എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ വളരെ ആവേശത്തിലാണ് നമ്മുടെ ഈ വാർഡിലുള്ളയും അതുപോലെ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലെയും ജനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ചെറുപ്പക്കാരടക്കമുള്ള പ്രായമുള്ളവരും അതുപോലെ ചെറുപ്പക്കാരും പ്രചരണ രീതിയിൽ വ്യത്യസ്തമായ പ്രചരണ രീതി അവലംബിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വ്യത്യസ്തമായ പ്രചരണ രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. UDFിൻ്റെ വികസന വിരോധികൾ എന്ന രീതിയിൽ, കാരണം വികസനപരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. പല തരത്തിലുള്ള പുതിയ നൂതന ആശയങ്ങൾ നമ്മൾ പഞ്ചായത്തിന് മുമ്പിൽ വെച്ചപ്പോഴും അതിനൊക്കെ നിഷേധാത്മകമായ നിലപാടാണ് പഞ്ചായത്ത് തുടർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പടന്നയിലെ ജനങ്ങൾക്ക് ആ പഞ്ചായത്തിൻ്റെ ഭരണം തുടരാൻ ആഗ്രഹമില്ല. ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം LDF അധികാരത്തിൽ വരണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. വിവിധ വാർഡുകളിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ വാർഡുകൾ LDFന് ലഭിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ പഠനത്തെ സംബന്ധിച്ച് ഭൂമിശാസ്ത്രപരമായി വളരെയധികം വ്യത്യാസമുള്ളൊരു പ്രദേശമാണ് മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച്. അപ്പം അത്തരം പ്രദേശത്ത് അതിനനുസരിച്ചുള്ളൊരു വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണോ LDFിൻ്റെ ഒരു വില? അതെ, വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. അടിസ്ഥാനപരമായിട്ടുള്ള റോഡ് പോലും നമുക്കൊരു മനുഷ്യന് യാത്ര ചെയ്യാൻ, കാരണം പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിനകത്ത് എല്ലാ മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനമായിട്ടുള്ള മനുഷ്യർക്ക് സഞ്ചരിക്കാനുള്ള സഞ്ചാരയോഗ്യമായ റോഡുകൾ പലയിടങ്ങളിലും വളരെ നല്ല രീതിയിൽ നമ്മുടെ തൊട്ടടുത്ത വലിയറമ്പ് പഞ്ചായത്തായാലും പിലിക്കോട് പഞ്ചായത്തായാലും ചെറുവത്തൂർ പഞ്ചായത്തായാലും അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പടന്ന ഗ്രാമപഞ്ചായത്തിന് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ 15-ാം വാർഡ് ഈ കഞ്ഞിഹട്ടിലേക്ക്, ഈ ബണ്ടിൽ നിന്ന് കഞ്ഞിഹട്ടിലേക്ക് പോകുന്ന റോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ പഞ്ചായത്തിൻ്റെ ഭരണ പ്രവർത്തനങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. മാത്രമല്ല, നമുക്ക് ആ ഫിഷ് ലാൻഡിംഗ് സെൻറ്ററിൽ ഒരു ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിക്കുക എന്നുള്ളത് നമ്മളൊരു വലിയ സ്വപ്നമായിരുന്നു. കാരണം ഇന്ന് ഗവൺമെൻറ് ടൂറിസത്തെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസം ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ പടന്ന ഗ്രാമപഞ്ചായത്ത്. പക്ഷേ അതിന് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ട് പോലും അതിന് അനുകൂലമായ ഒരു സമീപനോ നിലപാടോ പടന്ന ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തവണ എന്തായാലും ആ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിനിടയിൽ നമ്മൾ കണ്ടത് ഈ മുസ്ലിം ലീഗിനകത്തും കോൺഗ്രസിനകത്തും തന്നെ വലിയൊരു പ്രതിഷേധം അവർക്കെതിരെ, നേതൃത്വത്തിനെതിരെ വരുന്നുണ്ടല്ലോ. ഉണ്ട്. അത് അവരുടെ എന്താ പറയുക, UDFിനകത്ത് ലീഗും കോൺഗ്രസും തമ്മിലുള്ളത്. ഇപ്പം 2-ാം വാർഡിനകത്ത് UDFിൽ ഉള്ള കോൺഗ്രസും ലീഗും മത്സരിക്കുകയാണ്. കോൺഗ്രസും ലീഗും അതുപോലെ തന്നെ LDFും അതുപോലെ UDFിൻ്റെ ഒരു സ്വതന്ത്രനും മത്സരിക്കുകയാണ്. അപ്പം 4 സ്ഥാനാർത്ഥികളാണ് 2-ാം വാർഡിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇപ്പം 13-ാം വാർഡിനകത്തും ആ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. അവിടെയുള്ള UDFിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ്. അവർക്കെതിരെയുള്ള ലീഗിൻ്റെ ആളുകളാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളായിട്ട് പോകുന്നത്. അപ്പം മൊത്തത്തിൽ പടന്ന ഗ്രാമപഞ്ചായത്ത്, അതിന് 5-ാം വാർഡിലായാലും ഒക്കെ മൊത്തത്തിൽ പടന്ന ഗ്രാമപഞ്ചായത്തിനകത്ത് UDFിനകത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒറ്റ മനസ്സോടെ നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് LDFിൻ്റെ സ്ഥാനാർത്ഥികൾ LDFിൻ്റെ പ്രവർത്തനങ്ങളും ഒരേ മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും കഴിഞ്ഞ 10 വർഷക്കാലം പടന്ന ഗ്രാമപഞ്ചായത്തിൽ UDF ആണ് ഭരിച്ചിരുന്നത്. വലിയ വികസന പ്രശ്നങ്ങൾ ഈ മേഖലയിൽ നിലനിൽക്കുന്നു എന്നാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വിജയം പടന്നയിൽ LDFന് ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണുള്ളത്. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.